നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചങ്ങനാശ്ശേരി 4 കോടി റെയിൽവേ മേൽപ്പാലം 2028 ഒക്ടോബറിൽ പൂർത്തിയാകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മേൽപ്പാലം നിർമ്മിക്കുന്നത് റെയിൽവേ ലെവൽ ക്രോസിംഗ് നമ്പർ 7 പകരം. കൈനകരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് കുട്ടനാട് MLA റജി ചെറിയാൻ. സഞ്ചാരയോഗ്യമായ നടപ്പാതകൾ നിർമ്മിക്കുമെന്നും ജലാശയങ്ങൾ വൃത്തിയാക്കുമെന്നും MLA. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലിക്കായി സൗണ്ട് സിസ്റ്റം നൽകിയ ആൾക്ക് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം ലഭിച്ചില്ലെന്ന് പരാതി. അമ്പലപ്പുഴ ബിസ്മി സൗണ്ട്സ് ഉടമയ്ക്ക് ലഭിക്കാനുള്ളത് 2 ലക്ഷത്തോളം രൂപ. G. സുധാകരൻ MLAക്ക് പരാതി നൽകി ഉടമ കുഞ്ഞുമോൻ. വാർത്തകളിലേക്ക് വിശദമായി. ചങ്ങനാശ്ശേരി 4 കോടി റെയിൽവേ മേൽപ്പാലം 2028 ഒക്ടോബറോടെ പൂർത്തിയാക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. ദക്ഷിണ റെയിൽവേ ചീഫ് ബ്രിഡ്ജസ് എഞ്ചിനീയർ രാംകിഷോർ, ചങ്ങനാശ്ശേരി MLA വിനു ജോബ് എന്നിവർക്കൊപ്പം പദ്ധതി സ്ഥലം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു MP. റെയിൽവേ ലെവൽ ക്രോസിംഗ് നമ്പർ 7 പകരമായാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. പ്രതിദിനം നിരവധി ട്രെയിനുകൾ കടന്നുപോകുന്നതിനാൽ റെയിൽവേ ഗേറ്റ് ദീർഘനേരം അടഞ്ഞുകിടക്കുന്നത് പ്രദേശത്ത് ഗുരുതരമായ ഗതാഗതക്കുരുക്കിനും അടിയന്തര സേവന വാഹനങ്ങളുടെ സഞ്ചാരത്തിനും വലിയ തടസ്സമാണ് നേരിട്ടത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. 39.9 കോടി രൂപയുടെ പദ്ധതിയാണിത്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ് നിർവഹണ ഏജൻസി. ഇന്ത്യൻ റെയിൽവേയും കേരള സർക്കാരും സംയുക്തമായാണ് പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത്. പദ്ധതിയുടെ വിശദമായ രൂപരേഖ കിഫ്ബി നേരത്തെ അംഗീകരിച്ചിരുന്നു. തുടർന്ന് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾക്കും റെയിൽവേയുടെ നിലവിലെ ബ്രിഡ്ജ് കോഡുകൾക്കും അനുസൃതമായി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് പുനഃപരിശോധിച്ച് ഈ വർഷം ജൂണിൽ ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചു. റെയിൽവേയുടെ ബ്രിഡ്ജസ് ഓർഗനൈസേഷൻ വിശദമായ സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പുതുക്കിയ ഗാർഡിന് അംഗീകാരം നൽകിയതോടെ പദ്ധതി ടെൻഡർ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാന സാങ്കേതിക അനുമതികൾ ലഭ്യമായതായി MP അറിയിച്ചു. ഇതിങ്ങനെ അനന്തമായി നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നു. ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ച ഒരു മേൽപ്പാലമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തര വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം യാത്രക്കാർ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ലെവൽ ക്രോസാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വാഹനങ്ങൾ ചങ്ങനാശ്ശേരി MC റോഡിന് ബദലായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം നീണ്ട ഒരു ഗതാഗത കുരുക്കാണ് ഈ ലെവൽ ക്രോസിൽ ഉണ്ടാകുന്നത്. ലെവൽ ക്രോസ് 7 നമ്പർ 7. ഇത് പായിപ്പാട് പഞ്ചായത്തിലാണ് വരുന്നത്. 4 കോടി ടു പെരുന്തുരുത്തി കണക്ഷനാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാർക്കും ഈ ലെവൽ ക്രോസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ROB എത്രയും പെട്ടെന്ന് പണിയണമെന്ന് നമ്മൾ റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ലെവൽ ക്രോസിന് പകരം മേൽപ്പാലം പണിയാനുള്ള അനുമതി കിട്ടിയത്. ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും റെയിൽവേ 50% വെച്ചുള്ള റേഷ്യോയിലാണ് ഇതിൻ്റെ കോസ്റ്റ് വഹിക്കാനുള്ള തീരുമാനമെടുത്തത്. പുതുതായി മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 4 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഇതിനോടകം നൽകിയത്. തുടർന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ, വൈദ്യുതി, കുടിവെള്ളം, ടെലികോം തുടങ്ങിയ യൂട്ടിലിറ്റി ലൈനുകളുടെ മാറ്റിസ്ഥാപിക്കൽ, മണ്ണിന്റെ ഭൗമ സാങ്കേതിക പരിശോധനകൾ, പൈപ്പ് ലോഡ് ടെസ്റ്റ്, ഫൗണ്ടേഷൻ ഡിസൈൻ സ്ഥിരീകരണം എന്നിവ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. റെയിൽവേ ട്രാക്കിന് മുകളിലെ ഗർഡർ സ്ഥാപിക്കൽ പ്രവർത്തനങ്ങൾ റെയിൽവേ ട്രാഫിക് ബ്ലോക്ക് അനുവദിക്കുന്ന സമയക്രമം അനുസരിച്ചായിരിക്കും. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി സംയുക്ത അവലോകന യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും MP അറിയിച്ചു. പദ്ധതി സ്ഥല സന്ദർശനത്തിൽ ദക്ഷിണ റെയിൽവേ ചീഫ് ബ്രിഡ്ജസ് എഞ്ചിനീയർ രാംകിഷോർ, ചങ്ങനാശ്ശേരി MLA വിനു ജോബ്, RBDCK, ദക്ഷിണ റെയിൽവേ, റവന്യൂ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.
കൈനഗിരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കുട്ടനാട് MLA റെജി ചെറിയാൻ സന്ദർശിച്ചു. സഞ്ചാരയോഗ്യമായ നടപ്പാതകൾ നിർമ്മിക്കുമെന്നും ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MLA. കഴിഞ്ഞ ദിവസമാണ് കുട്ടനാട് MLA റെജി ചെറിയാൻ കൈനഗരിയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കാലങ്ങളായി കുട്ടനാട്ടിലെ മിക്ക പഞ്ചായത്തുകളിലും യാതൊരു വികസനവും നടന്നിട്ടില്ലെന്ന് MLA പറഞ്ഞു. കുട്ടനാടിന്റെ വികസനത്തിന് ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും ഇതിനായി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും MLA പറഞ്ഞു. ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ റോഡിൻ്റെ അപേക്ഷകൾ തന്നെ ഒരു 2000 കോടി രൂപ വേണം ചെയ്ത് തീർക്കണമെങ്കിൽ. കൽക്കെട്ട് വേണം 5000 കോടി രൂപ. കാരണം കുട്ടനാട്ടിലെ പാടങ്ങളുടെ എല്ലാം കൽക്കെട്ട് അപേക്ഷ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ എല്ലാ സഹകരണം ആവശ്യം വരും. കാരണം നമുക്ക് ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കണം, ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം. ഇതിനെല്ലാം ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഇനി കുട്ടനാടിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. മാറ്റം ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ കൂടുതലൊന്നും വേണ്ട. ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാനുള്ള സാധാരണ ചുറ്റുപാട്, ഇത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ വലിയ ഒന്നുമല്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള 20 വർഷത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പതിയെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകണം. 10ാം വാർഡിൽ സന്ദർശനം നടത്തിയ MLA സഞ്ചാരയോഗ്യമായ നടപ്പാതകൾ നിർമ്മിക്കുമെന്നും ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. കുടിവെള്ള പൈപ്പ് ലൈൻ ഇടുന്നതിനായി കുഴിച്ച റോഡുകൾ കരാറുകാരെ കൊണ്ട് തന്നെ എത്രയും വേഗം നന്നാക്കുന്നതിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർഡ് മെമ്പർ സന്തോഷ് പട്ടണം, DCC ജനറൽ സെക്രട്ടറി പ്രമോദ് ചന്ദ്രൻ, തോട്ടുവാത്തല തിരുഹൃദയ ഇടവക വികാരി നൈജിൽ സിറിയാക്, തോട്ടുവാത്തല തിരുഹൃദയ ഇടവക വികാരി ഫാദർ നൈജിൽ സിറിയാക്, ജെയിംസ് കല്ലുപാത്ര, ജോസഫ് മാത്യു കലവറ, KV കുര്യാക്കോസ്, ബോബി വർഗീസ് തുടങ്ങി നിരവധി പ്രദേശവാസികളും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പിന്നിട്ട് മാസങ്ങളായിട്ടും തെരഞ്ഞെടുപ്പ് ജോലിക്കായി ഇലക്ട്രിക്കൽ സൗണ്ട് സിസ്റ്റം പ്രവർത്തിപ്പിച്ച ഉടമയ്ക്ക് പണം ലഭിച്ചില്ല എന്ന് പരാതി. അമ്പലപ്പുഴ ബിസ്മി സൗണ്ട്സ് ഉടമ കുഞ്ഞുമോൻ ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ MLA G സുധാകരന് പരാതി നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ട്രിക്കൽ സൗണ്ട് വർക്കുകൾക്കായി 3 കൊട്ടേഷനാണ് റിട്ടേണിംഗ് ഓഫീസറായ അമ്പലപ്പുഴ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ക്ഷണിച്ചിരുന്നത്. കുഞ്ഞുമോൻ 2,63,200 രൂപയ്ക്കാണ് പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തത്. ഇതിൽ 70,000 രൂപ അഡ്വാൻസായി നൽകി. 2025 നവംബർ 29 മുതൽ ഡിസംബർ 13 വരെയായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രമായ സ്കൂളിൽ ഈ പ്രവൃത്തി ചെയ്തിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പിന്നിട്ട് 7 മാസം കഴിഞ്ഞിട്ടും തനിക്ക് ലഭിക്കാനുള്ള ബാക്കി തുകയായ 1,93,200 രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കുഞ്ഞുമോൻ പറയുന്നു. അമ്പലപ്പുഴ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ജില്ലയുടെ ബ്ലോക്കിൻ്റെയൊക്കെ വിഷമമുണ്ട്. ഇപ്പം വർക്ക് കഴിഞ്ഞിട്ട് 6 മാസമായി. ഈ 3 കൊട്ടേഷൻ വിളിച്ചായിരുന്നു. 3 കൊട്ടേഷൻ ഉണ്ടായിരുന്നു. അതിൽ ലോ കൊട്ടേഷൻ എൻ്റെ ആയിരുന്നു. അപ്പം ആ എമൗണ്ട് അനുസരിച്ച് വർക്കും എല്ലാം കഴിഞ്ഞെല്ലാം നല്ല ഭംഗിയായിട്ട് വർക്കെല്ലാം ചെയ്തു കഴിഞ്ഞ് 2.25 ലക്ഷം രൂപ അടുത്തായിരുന്നു എൻ്റെ കൊട്ടേഷൻ. എല്ലാം സമ്മതിച്ച് വർക്കും എല്ലാം കഴിഞ്ഞു എല്ലാം 10 ദിവസം ഉണ്ടായിരുന്നു. 10 ദിവസത്തെ വർക്കായിരുന്നു. വർക്കെന്ന് പറഞ്ഞാൽ ശരിക്കും 3-4 പണിയാറുണ്ടായിരുന്നു. ഇതെല്ലാം ശരിക്കും വർക്കും എല്ലാം കഴിഞ്ഞെല്ലാം പെട്ടി സൂക്ഷിക്കുന്നതാണ് അമ്പലപ്പുഴ. അത് രാത്രിയും പകലുമായിട്ട് വർക്കെല്ലാം നല്ല ഭംഗിയായിട്ടെല്ലാം നടത്തി എല്ലാം ചെയ്തു. പൈസയൊക്കെ എന്നപ്പം 70,000 രൂപ വന്നത്. ഡീസലിട്ട് തന്നെ 1 ലക്ഷം രൂപ എടുത്ത് ഡീസൽ മാത്രമല്ല, പിന്നെ അതിൻ്റെ ലേബർ ഇതെല്ലാം കൂടെ കിട്ടി കാശ് നിന്ന് ചോദിക്കും പറഞ്ഞു നാളെ തരാം മറ്റന്നാൾ തരാം, ഫണ്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ടും കളിപ്പിക്കുക. പണം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലോക്ക് സെക്രട്ടറിയുടെ മുന്നിൽ പലതവണ ചെന്നെങ്കിലും ഫണ്ട് വന്നിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കുഞ്ഞുമോൻ പറഞ്ഞു. 10 ദിവസങ്ങളിലായി ഈ പ്രവൃത്തി ചെയ്ത തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയത് കയ്യിൽ നിന്നുമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തനിക്ക് അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുഞ്ഞുമോൻ അമ്പലപ്പുഴ MLA G സുധാകരന് പരാതി നൽകിയത്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിന്റെ പേര് വേഴു. പേര് പതിച്ച ഭാഗ്യചിഹ്നം മന്ത്രി M ലിജു പ്രകാശനം ചെയ്തു. സംസ്ഥാന പക്ഷിയായിരിക്കുന്ന വേഴാമ്പൽ മുടക്കി വേഴാമ്പലിന്റെ രൂപമാണ്. അതുകൊണ്ട് വേഴു എന്നാണ് സമിതി നൽകിയിട്ടുള്ളത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു പ്രകാശന കർമ്മം നിർവഹിച്ചു.
ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് പേര് പതിച്ച ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ആലപ്പുഴ കുതിരപ്പന്തി നടുവിലെ പറമ്പ് AR ഷുഹൈബാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നത്തിന് പേര് നിർദ്ദേശിച്ച വിജയി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച 1575 എൻട്രികളിൽ നിന്നാണ് വേഴു എന്ന പേര് തെരഞ്ഞെടുത്തത്. വിജയ്ക്ക് മുല്ലയ്ക്കൽ നൂർ ജ്വല്ലറി നൽകുന്ന സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. ആലപ്പുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ PR റോയി, മുൻ DTPC സെക്രട്ടറി C പ്രദീപ് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് പേര് തെരഞ്ഞെടുത്തത്. പ്രകാശന ചടങ്ങിൽ നഗരസഭാംഗങ്ങളായ AM നൌഫൽ, ബെന്നി ജോസഫ്, ബിജി ശങ്കർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C പ്രേംജി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറുമായ KS സുമേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ C പ്രദീപ്, ഡോക്ടർ നെടുമുടി ഹരികുമാർ, AN പുരം ശിവകുമാർ, A കബീർ, TR ആസാദ്, അഡ്വക്കേറ്റ് G മനോജ് കുമാർ, K നാസർ, രമേശൻ ചെമ്മാപ്പറമ്പിൽ, നസീർ പുന്നയ്ക്കൽ, സുഭാഷ് ബാബു, PK ബൈജു, റോയി പാലത്ര, AB തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. കരുണയുടെ ചെയർമാനും MLAയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് ഈ ലാബ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ നല്ലൊരു പരിശോധന എത്ര മിതമായ നിലയ്ക്കും ഇവിടെ പരിശോധന നടത്തുക കരുണ ഉദ്ദേശിക്കും. അപ്പോൾ ആ നിലയിൽ രണ്ടാമത്തെ ലാബാണ് ചെങ്ങന്നൂരിൽ കരുണയ്ക്ക് സ്വന്തമായി മെഡിക്കൽ സ്റ്റോറുണ്ട്. വാങ്ങിക്കുന്ന വിലയ്ക്ക് മരുന്ന് കൊടുക്കുക, അതാ മെഡിക്കൽ സ്റ്റോർ ഉദ്ദേശം. മാന്നാറിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ മാന്നാറിൽ ഒരു മെഡിക്കൽ സ്റ്റോർ എന്തായാലും വരും എന്ന കാര്യം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കണം. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ചെങ്ങന്നൂരിൽ മരുന്ന് കൊടുക്കും. പക്ഷെ ഒന്നും അറിയത്തില്ല, കൂടുതൽ ആളുകൾ അറിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഒത്തിരി ആളുകൾ അറിഞ്ഞു വന്നാൽ ഞങ്ങൾക്ക് അത്രയും പേർക്ക് മരുന്ന് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവർ വന്നത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ വാങ്ങിക്കുന്ന വിലയ്ക്കാണ് ഞങ്ങൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ ശമ്പളവും കൊടുക്കുന്നത്? റെഡി ക്യാഷ് കൊടുത്താൽ 1% നമുക്ക് അധികമായി കിട്ടും. ആ പൈസയാണ് നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ പ്രൊഫസർ PD ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാമണി, വെൺമണി പഞ്ചായത്ത് പ്രസിഡന്റ് ജെബിൻ P വർഗീസ്, മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, വൈസ് പ്രസിഡന്റ് ലത PA, നായർ സമാജം സ്കൂൾ മാനേജർ വിശ്വനാഥൻ നായർ, കരുണ സെക്രട്ടറി NR സോമൻപിള്ള, കരുണ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി, ചെന്നിത്തല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കരുണ ചീഫ് കോർഡിനേറ്ററുമായ സിബു വർഗീസ്, 18ാം വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ, CPIM മാന്നാർ ഏരിയ സെക്രട്ടറി PN ശെൽവരാജൻ എന്നിവർ സംസാരിച്ചു. നിർധനരും അശരണരുമായ രോഗികളെയും കിടപ്പ് രോഗികളെയും വീടുകളിലെത്തി സൗജന്യമായി പരിചരിച്ച് മരുന്ന് നൽകുന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ലാബ്. തലവടി മുരിക്കോലുമുട്ട് പാലത്തിന്റെ കൈവരികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. മാധ്യമ വാർത്തയെ തുടർന്നാണ് പഞ്ചായത്ത് ഇടപെട്ട് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. മാധ്യമ വാർത്തയെ തുടർന്നാണ് തലവടി പഞ്ചായത്തിലെ 8, 11 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുരിക്കോലുമുട്ട് പാലത്തിന്റെ തകർന്ന കൈവരികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഏറെക്കാലമായി പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കൈവരികൾ തകർന്ന നിലയിലായതിനാൽ പ്രദേശവാസികളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നത് വലിയ ആശങ്കയോടെയായിരുന്നു. മഴക്കാലത്ത് അപകട സാധ്യത വർദ്ധിച്ചതും രാത്രിയിൽ മതിയായ ലൈറ്റിംഗ് സൗകര്യം ഇല്ലാത്തതും സുരക്ഷാ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയിരുന്നു. മാധ്യമ വാർത്തയെ തുടർന്ന് വാർഡ് മെമ്പർമാരായ B രമേശ് കുമാർ, അജിത് കുമാർ പിഷാരത്ത് എന്നിവർ നടത്തിയ ഇടപെടലിന്റെയും അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇടപെട്ട് പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. വള്ളംകളി പ്രേമികൾക്ക് ആവേശമായി നിരണം പുണ്യാളൻ ചുണ്ടൻ നീരണിഞ്ഞു. നിരണം ചുണ്ടന് പിന്നാലെ നിരണത്ത് നിന്ന് തന്നെ എത്തുന്ന പുണ്യാളൻ ചുണ്ടനും വള്ളംകളി പ്രേമികൾക്ക് ഇനി ആവേശം പകരും. സാബു നാരായണൻ ആചാര്യയാണ് പുണ്യാളൻ്റെ ശില്പി. നെഹ്റു ട്രോഫി തന്നെയാണ് പുണ്യാളൻ ചുണ്ടനും ലക്ഷ്യം വയ്ക്കുന്നത്. 4 തവണ തുടർച്ചയായി നെഹ്റു ട്രോഫി നേടിയെന്ന റെക്കോർഡുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബായിരിക്കും പുണ്യാളൻ ചുണ്ടനിൽ തുഴയേറിയുക. റെന്നി ഫിലിപ്പോസ് പ്രസിഡന്റും റെജി കുരുവിള സെക്രട്ടറിയും അഭിലാഷ് വർഗീസ് ട്രഷററുമായ കമ്മിറ്റിയാണ് പുണ്യാളൻ നിരണം ചുണ്ടൻ്റെ അണിയറ ശില്പികൾ. നവീകരിച്ച എടത്വ സെന്റ് മേരീസ് LP സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടന്നു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കെട്ടിടം നവീകരിച്ചത്.
സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് കളരിക്കൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം കുട്ടനാട് MLA റെജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോബി ആന്റണി മൂലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ G. ജയചന്ദ്രൻ, സിബിച്ചൻ ജോസഫ്, DPC ഇൻചാർജ് മായാലക്ഷ്മി, PTA പ്രസിഡന്റ് സേവ്യർ ജോസഫ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു സക്കറിയാസ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. FSCTO കുട്ടനാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ധവളപത്രം, ബഡ്ജറ്റ്, കേരള വികസനം എന്നീ വിഷയങ്ങളിലായിരുന്നു ചർച്ച. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമാനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെന്റ് ഭരിച്ചപ്പോൾ നല്ല രീതിയിൽ ഭരിച്ചു പോകുമ്പോൾ ഒരെണ്ണം നമ്മൾ ഇറക്കിയിട്ടില്ല, ധവളപത്രമൊന്നും ഇറക്കിയിട്ടില്ല. അന്ന് കേരളത്തിന്റെ ഖജനാവ് 18 മാസം കുടിശ്ശിക വരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ ആശ്രയമായ പെൻഷൻ മുടക്കിക്കൊണ്ട് 18 മാസം മുടക്കിക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. കേരളത്തിലെ ഖജനാവ് കടമാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരാൾക്കാർ പറയുന്നു, അതാ ഞങ്ങൾ ധവളപത്രം ഇറക്കുന്നു, കേരളത്തിൽ കടമാണെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ തന്നെ കടമുണ്ട്. കിഫ്ബി എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ നമ്മൾ നേടിയ ഈ നേട്ടങ്ങളെല്ലാം തകർക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ മുണ്ട് മുറുക്കി ഉടുക്കൂ, എല്ലാവരും എല്ലാം ത്യജിക്കൂ, എല്ലാ മേഖലകളെയും സ്തംഭിപ്പിക്കൂ, എല്ലാം ഒന്നുമില്ല. സാധാരണക്കാരുടെ മനസ്സിലേക്ക് ചെല്ലുന്നുണ്ട്, എന്താണ് ഇവിടെ ഒന്നുമില്ല, ഈ ഗവൺമെന്റ് നശിപ്പിച്ച് മുടിച്ചു എന്നാണ് പറയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ KGOA ഏരിയ സെക്രട്ടറി ദേവദത്ത് അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം റോബർട്ട്, കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ മനാഫ്, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി ഹഷീർ എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ തങ്ങൾമാരുടെ ആണ്ട് നേർച്ച ജൂലൈ 26 നടക്കും. ജാതിമതഭേദമന്യേ വിശ്വാസികൾക്ക് 1000 വർഷം പഴക്കമുള്ള പഴയപള്ളി സൈതന്മാർ ചൊരിയുന്ന കാരുണ്യത്തിന്റെ സ്മരണാർത്ഥമാണ് വർഷം തോറും ആണ്ട് നേർച്ച നടത്തിവരുന്നത്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ജാതിമത ഭേദമന്യെയാണ് ഇവിടെ ആൾക്കാരെത്തുന്നത്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. തലേദിവസം ശനിയാഴ്ച വൈകിട്ടാണ് 5 മണിയോടുകൂടിയാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതൊരു വൈകിട്ട് 8 മണി വരെ നീളും. അന്നാണ് പ്രധാന മൗലിക റാത്തീബ് വരെ നടക്കുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം 26-ാം തീയതി രാവിലെ ദുആ മാത്രമേ കാണത്തുള്ളൂ. ഈ ആൾ തിരക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ബിരിയാണിയാണ് നേർച്ച വിഹിതമായി അല്ലെങ്കിൽ ചീരണി ഞങ്ങൾ നൽകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇറച്ചി, അരി തുടങ്ങിയ എല്ലാ അനുബന്ധ സാധനങ്ങളും വിശ്വാസികൾ നേർച്ച ചേർന്ന് പണിയെത്തിക്കുകയാണ് പതിവ്. പ്രത്യേക പണപ്പിരിവോ കാര്യങ്ങളോ അതിനുവേണ്ടി നമ്മൾ നിർബന്ധിതമായി നടത്താറില്ല. എല്ലാ വർഷവും സുത്യർഹമായ രീതിയിൽ നടക്കാറുണ്ട്. പഴയ പള്ളിയിൽ ഖബറടങ്ങിയിട്ടുള്ള കുഞ്ഞുണ്ണിക്കോയ തങ്ങൾ, ഹാജി മീര വലിയുള്ളാഹ്, അബൂബക്കർ ബം എന്ന ഔലിയാക്കന്മാരുടെ ആണ്ടടിയന്തരവും ഖത്തം ദുആ ഇരക്കലുമാണ് 26 രാവിലെ 8:45 നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നേർച്ച വിതരണമാണ് ഇതോടനുബന്ധിച്ച് പഴയ പള്ളിയിൽ നടക്കുക. ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ബിരിയാണിയാണ് നേർച്ച ദ്രവ്യമായി നൽകുന്നത്. നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജാതി മത ഭേദമന്യേ വിശ്വാസികൾ നേർച്ചയിൽ പങ്കുകൊള്ളാൻ എത്തുന്നുണ്ട്. ജൂലൈ 25 ശനിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം മൗലിദ്, സ്വലാത്ത്, മജ്ലിസ്, മഗരിബ് നിസ്കാരത്തിന് ശേഷം റാത്തീബ്, ദിക്, ഇഷ നമസ്കാരാന്തരം അനുസ്മരണ പ്രഭാഷണം, ദുആ എന്നീ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ചീഫ് ഇമാം നഫീസുദ്ദീൻ ഹുദവി, ഇമാം ഷാനവാസ് ഖാൻ ബാക്കവി, ഷബീർ സഖാഫി തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി SM ഫുവാദ്, സെക്രട്ടറി മുഹമ്മദ് ഹാരിസ്, ട്രഷറർ അക്ബർ M, വൈസ് പ്രസിഡന്റ് തോപ്പിൽ റഹീം, ജോയിന്റ് സെക്രട്ടറി PH താജുദ്ദീൻ, കമ്മിറ്റി അംഗങ്ങളായ നിഷാദ് K, ഷാനവാസ്, കബീർ KM, സജിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള 35 അംഗ ജനറൽ കൗൺസിലാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാമായണ മാസം പിറന്നു. ക്ഷേത്രങ്ങൾ ഇനി രാമായണ പാരായണ മുഖരിതമാകും.
രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിൽ 56ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വേദശ്രേഷ്ഠൻ കണ്ണൻ വേദിക് ആലപ്പുഴയാണ് യജ്ഞാചാര്യൻ. ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ ക്ഷേത്ര യോഗം പ്രസിഡന്റ് എസ് കിഷോർ കുമാർ സപ്താഹ യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ രമണൻ, സെക്രട്ടറി പി ടി സുമിത്രൻ, ഖജാൻജി ജി രാജു, സ്കൂൾ മാനേജർ ബിനീഷ് ബോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭദ്രദീപ പ്രകാശനത്തിന് ശേഷം വിഗ്രഹ പ്രതിഷ്ഠയും ആചാര്യവരണവും നടന്നു. സപ്താഹ ദിവസങ്ങളിൽ നിർമാല്യ ദർശനം, ശ്രീമദ് ഭാഗവത പാരായണം, അന്നദാനം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ നടക്കും. 3-ാം ദിവസമായ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 12-ന് ഉണ്ണിയൊട്ട് നടക്കും. 4-ാം ദിവസം രാവിലെ 10:30-ന് ഗോവിന്ദ പട്ടാഭിഷേകവും 5-ാം ദിവസം രാവിലെ 11-ന് രുക്മിണി സ്വയംവരവും വൈകിട്ട് 6:45-ന് സർവൈശ്വര്യ പൂജയും ഉണ്ടാകും. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8:30-ന് മഹാസുദർശന ഹോമവും ഉച്ചയ്ക്ക് 12:30-ന് അപവൃത സ്നാനവും നടക്കും. അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിൽ ജൂലൈ 19 ഞായറാഴ്ച 1000 പേർ പങ്കെടുക്കുന്ന രാമായണ പാരായണം മഹായജ്ഞം നടക്കും. സനാതനം ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് മഹായജ്ഞം നടക്കുക. മൂല്യാധിഷ്ഠിത ജീവിതത്തിലേക്ക് വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സനാതനം ധർമ്മ പാഠശാല 2024 മുതൽ രാമായണ പഠനം ആരംഭിച്ചത്. 2025 ഓഗസ്റ്റ് 10-ന് എറണാകുളം പാലാരിവട്ടത്ത് വിദ്യാർത്ഥികളടക്കം 1100-ലധികം ആളുകൾ പങ്കെടുത്ത ശ്രീരാമരാജ്യം 2025 എന്ന ഏകദിന രാമായണ സംഗമവും സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം കർക്കടക മാസത്തിൽ കേരളത്തിൽ 14 ജില്ലകളിലും ഏകദിന രാമായണ സംഗമം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് കവിത വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി ബി ശ്രീജിത്ത്, പബ്ലിസിറ്റി കൺവീനർ ജി അനിൽകുമാർ, ഖജാൻജി PR ജയന്തി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷം കേരളത്തിൽ 14 ജില്ലകളിലും ഏകദിന രാമായണ സംഗമം കർക്കിടക മാസത്തിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിൽ 2026 ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഒരു വേദിയിൽ 1000 പേർ പങ്കെടുക്കുന്ന രാമായണ പാരായണം എന്ന മഹായജ്ഞത്തിലേക്ക് അങ്ങയുടെയും എല്ലാവരുടെയും തന്നെ മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി എഴുതിയ അമച്ചർ നാടകം സുഹൃത്തുക്കളുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി പ്രൊഫഷണൽ നാടകമാക്കാനുള്ള ശ്രമത്തിലാണ് യുവ എഴുത്തുകാരൻ പ്രവീൺ പുല്ലങ്ങടി. കാലം സാക്ഷി എന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പൂജ പുല്ലങ്ങടി കുറ്റിക്കാട്ട് ശ്രീ ഭദ്രാ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ നടന്നു. നാടകങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിരവധി കലാകാരന്മാരുള്ള നാടാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ പുല്ലങ്ങടി എന്ന ഗ്രാമം. പ്രശസ്തരായ നാടകരചയിതാക്കൾ, നടന്മാർ, സാങ്കേതിക പ്രവർത്തകർ തുടങ്ങി നാടകരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട് ഇവിടെ. പുല്ലങ്ങടിയിൽ നിന്നും ഒരു നാടക പ്രവർത്തകൻ കൂടി പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് എത്തുകയാണ്. യുവ എഴുത്തുകാരൻ പ്രവീൺ പുല്ലങ്ങടി തൻ്റെ കാലം സാക്ഷി എന്ന ആദ്യ നാടകം സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രൊഫഷണൽ നാടകമാക്കി മാറ്റുന്നത്. നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പൂജ പുല്ലങ്ങടി കുറ്റിക്കാട്ട് ഭദ്രാക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ നടന്നു. ഞാൻ ജനിച്ചു വളർന്ന നാട് പുല്ലങ്ങടി ഒരു നാടകങ്ങളുടെ നാട് എന്നറിയപ്പെടും. കാരണം ഇവിടെ ഒരുപാട് നാടക കലാകാരന്മാരും കലാകാരികളും ഉണ്ടായ നാടാണ്. ഇപ്പോഴും ആ രീതി ഞങ്ങൾ പിന്തുടരുന്നു. അപ്പോൾ നാടകം എഴുതുക, നാടകം കണ്ടു വളർന്നെനിക്ക് നാടകം എഴുതുക എന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു അമച്ചർ നാടകം എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അമച്ചർ നാടകം അധികം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാലും ഇനിയും മുന്നോട്ട് നാടകങ്ങൾ എഴുതി മുന്നോട്ട് പോകണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സപ്പോർട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ നാടക സ്ഥാപനത്തിൽ കിട്ടുന്നത്. സ്കൂൾ കാലം മുതൽ എഴുതി തുടങ്ങിയ ആളാണ് പ്രവീൺ എന്ന് സുഹൃത്തും പ്രൊഫഷണൽ നാടക നടനുമായ സുനിൽ ചമ്പക്കുളം പറയുന്നു. കാലം സാക്ഷിക്ക് പ്രൊഫഷണൽ ടച്ച് നൽകണമെന്ന നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചത് സുനിലാണ്. സ്കൂൾ കാലഘട്ടം മുതൽ അവൻ കുറ്റിക്കാട്ട് അമ്മയുടെ പാട്ടുകൾ എഴുതി ആ ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ്. അവൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് പുല്ലങ്ങടി പുരാണം എന്നൊരു എപ്പിസോഡ് തുടങ്ങുകയും നമ്മുടെ പുല്ലങ്ങടി എന്ന ഗ്രൂപ്പ് തുടങ്ങുകയും അതിലൂടെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചരിത്രങ്ങൾ പുല്ലങ്ങടിയുടെ അറിയിക്കാൻ ചെയ്യാൻ മനസ്സ് കാണിച്ച ആ എഴുത്തിൻ്റെ വാക്കുകളുടെ മൂർച്ച എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു കൂട്ടുകാരനാണ് പ്രവീൺ. പിന്നെ പ്രവീൺ ആത്മബന്ധം എന്ന് പറയുന്നത് ഞാൻ പ്രൊഫഷണൽ സമിതി കളിക്കാൻ തുടങ്ങിയ വർഷം മുതൽ എൻ്റെ നാടകം ആദ്യമായിട്ട് 2016 കാലഘട്ടത്തിൽ കുറ്റിക്കാട്ട് അമ്പലത്തിൻ്റെ തിരുനടയിൽ കളിപ്പിക്കുവാൻ മുൻകൈ എടുത്തൊരു വ്യക്തി കൂടെയാണ് പ്രവീൺ. അതിന് ഒരുപാട് കൂട്ടുകാർ അതിന് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തു.
അതിലൊരു സന്തോഷവും ആ ഒരു ആത്മാർത്ഥതയും എനിക്ക് അവനോടുണ്ട്. ഇപ്പോൾ കാലം സാക്ഷി എന്ന് പറയുന്ന ഒരു അമച്വർ നാടകമാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ അമച്വർ നാടകം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് എത്തിക്കുകയാണ്. അമച്വർ നാടകത്തിൻ്റെ പൂജയാണ് 1 മണിക്കൂറുള്ള നാടകത്തിൻ്റെ ദൈർഘ്യമുള്ള നാടകമാണ് ഇപ്പോൾ പൂജ കഴിഞ്ഞിരിക്കുന്നത്. ആ നാടകം പ്രൊഫഷനിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾ നാടക സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം അയാളത് പ്രൊഫഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും വലിയ പിന്തുണയാണ് പ്രവീണിന് ലഭിക്കുന്നത്. പുല്ലങ്ങടിയിലെ നാടക പ്രതിഭകൾക്കൊപ്പം പ്രവീണിന്റെ പേരുകൂടി ചേർക്കപ്പെടട്ടെ എന്ന സുഹൃത്തും നാടക പ്രവർത്തകനുമായ ബിജു സെബാസ്റ്റ്യനും ആശംസിച്ചു. പുല്ലങ്ങടിക്ക് ഒരുപാട് ചരിത്രങ്ങൾ നാടകത്തെക്കുറിച്ച് പറയാനുണ്ട്. ഏതാനും വ്യക്തികളെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ജി ചന്ദ്രൻ സാർ, ധൂമകേതു, അധ്യായം 1 ആവണിപ്പാടം എന്ന നാടകത്തിലൂടെ ശ്രദ്ധ ആകർഷിച്ച അദ്ദേഹം. പിന്നെ പ്രശസ്ത നാടക നടൻ സുനിൽ ചമ്പക്കുന്നിൻ്റെ അച്ഛൻ ദാസാറിനെ ഈ നിമിഷം ഓർക്കുന്നു. പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച വിജയരാഘവൻ ചേട്ടൻ, സന്തോഷ്, പുതിയ കാലത്ത് റനീഷ്, പ്രതാപൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു ഇടമായിരുന്നു. സുകുമാരൻ ആശാരിയുടെയൊക്കെ ഇടമായിരുന്നു പുല്ലങ്ങടി. പുല്ലങ്ങടിയുടെ മരുമകനായിട്ട് വന്ന സുനിക്കയാനന്ദ് ഇവിടെ നാടകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പുതുയുവത നാടകം പോലും കാണാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ പ്രവീണിൻ്റെ ഈ നല്ല ശ്രമത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കാലം സാക്ഷി ഒരുപാട് അരങ്ങുകളിൽ കളിച്ച് പുതിയ വെളിച്ചമാകട്ടെ. എല്ലാവിധ ആശംസകളും പ്രവീണ് സ്നേഹപൂർവ്വം നേരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചങ്ങനാശ്ശേരി 4 കോടി റെയിൽവേ മേൽപ്പാലം 2028 ഒക്ടോബറിൽ പൂർത്തിയാകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മേൽപ്പാലം നിർമ്മിക്കുന്നത് റെയിൽവേ ലെവൽ ക്രോസിംഗ് നമ്പർ 7 പകരം. കൈനകരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് കുട്ടനാട് MLA റജി ചെറിയാൻ. സഞ്ചാരയോഗ്യമായ നടപ്പാതകൾ നിർമ്മിക്കുമെന്നും ജലാശയങ്ങൾ വൃത്തിയാക്കുമെന്നും MLA. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലിക്കായി സൗണ്ട് സിസ്റ്റം നൽകിയ ആൾക്ക് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം ലഭിച്ചില്ലെന്ന് പരാതി. അമ്പലപ്പുഴ ബിസ്മി സൗണ്ട്സ് ഉടമയ്ക്ക് ലഭിക്കാനുള്ളത് 2 ലക്ഷത്തോളം രൂപ. ജി സുധാകരൻ MLAക്ക് പരാതി നൽകി ഉടമ കുഞ്ഞുമോൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.